നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരൊറ്റ കാര്യമുണ്ട്. എന്താണെന്നല്ലേ? തീരുമാനം. അതെ, നമ്മൾ ദിവസവും എടുക്കുന്ന ആ കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ, ചിലപ്പോ വലിയ തീരുമാനങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം ഒരു യാത്ര പോലെയാണെന്ന്. ഈ യാത്രയിൽ മുന്നോട്ടു പോകാൻ ഒരു വഴിയല്ല, ഒരുപാട് വഴികളുണ്ട്. ഓരോ വഴിയും നമ്മളെ കൊണ്ടുപോകുന്നത് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ്. അപ്പോ ഈ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും ഓരോ വളവിലും നമ്മൾ ഓരോ തീരുമാനമെടുക്കുന്നുണ്ട്. രാവിലെ അലാറം അടിക്കുമ്പോ ആ സ്നൂസ് ബട്ടൺ ഒന്നുകൂടെ അങ്ങ് അമർത്തിയാലോ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം, അതുമുതൽ ഏത് ജോലി വേണം, എവിടെ ജീവിക്കണം എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങൾ വരെ നമ്മളെടുക്കുന്ന ഓരോ ചോയ്സും നമ്മളൊരു പുതിയ ട്രാക്കിലേക്ക് മാറ്റുകയാണ്. സത്യം പറഞ്ഞാല് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം രൂപപ്പെടുന്നത്. പക്ഷേ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു വലിയ കൺഫ്യൂഷൻ വരാറില്ലേ? എപ്പോഴും നമ്മൾ നേരിടുന്നൊരു ചോദ്യമാണിത്. ഒരു വശത്ത് എളുപ്പമുള്ള വഴി, മറുവശത്ത് ശരിയായ വഴി. ഏത് തിരഞ്ഞെടുക്കണം? എളുപ്പവഴി, അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ സ്മൂത്തായി അങ്ങ് പോകാമെന്ന് തോന്നും. പക്ഷേ ശരിയായ വഴിയുടെ കാര്യം അങ്ങനെയല്ല. അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ മനസ്സില് എപ്പോഴും ഈ ചോദ്യം വരും അല്ലേ? ഏതാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? കാണാൻ ഭംഗിയുള്ള എളുപ്പമുള്ള വഴിയോ, അതോ ചിലപ്പം കുറച്ച് കഷ്ടപ്പാടുണ്ടാകുമെങ്കിലും നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന അശരിയായ വഴിയോ? ഹോ, ഇത് വലിയൊരു കൺഫ്യൂഷനാണല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ പേടിക്കണ്ട, ഈ തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ നല്ലൊരു ഗൈഡുണ്ട്. അതാരാണെന്നല്ലേ? നമ്മുടെ പഴയ അനുഭവങ്ങൾ തന്നെ. നമ്മൾ പണ്ടെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നോർത്ത് വിഷമിക്കാറുണ്ടോ? അതിന്റെ ആവശ്യമില്ല. കാരണം ആ തെറ്റുകൾ വെറും തെറ്റുകളല്ല. അവ ഓരോന്നും ഓരോ പാഠങ്ങളാണ്. ഭാവിയിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന വിലപ്പെട്ട പാഠങ്ങൾ. ഇനി നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കൂ. നമ്മളെടുക്കുന്ന ഓരോ ശരിയായ തീരുമാനവും നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. നമ്മൾ പോണ വഴി ശരിയാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കും. അപ്പോ പഴയ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് ശരിയായ വഴി ഏതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ വേണ്ടത് ഒരൊറ്റ കാര്യമാണ്: ധൈര്യം. സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റി ആ തീരുമാനമെടുക്കാനുള്ള ധൈര്യം. അതെങ്ങനെയാ ധൈര്യത്തോടെ ഒരു തീരുമാനമെടുക്കുന്നത്? ഒരു 3 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. 1. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം പറയുന്നതെന്താണെന്ന് കേൾക്കുക. 2. മുന്നോട്ടു പോകാൻ പേടിയുണ്ടെങ്കിൽ ആ പേടിയെ അങ്ങ് മറികടക്കുക. 3. ഉറച്ച മനസ്സോടെ ആ തീരുമാനമെടുക്കുക. അത്രയുള്ളൂ. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ലോകത്തിലെ ഏതൊരു വലിയ വിജയത്തിന്റെ കഥയെടുത്ത് നോക്കിയാലും അതിന്റെ എല്ലാം തുടക്കം ധൈര്യത്തോടെ